Today we are doing another review, another film review. It is nothing but the Malayalam classic film, the Malayalam classic ever made. You know the title of the film? Yes, it is Chemmeen. So the film review that we are going to make today is about Chemmeen, the Malayalam movie which was released in the year 1965. Chemmeen, the 1965 Malayalam romantic drama. It's a drama film as well as highly romantic movie as well. Malayalam romantic drama film is an adaptation of the novel Chemmeen by Thagazhi Sivasankarapilla. It is an adaptation. We have studied what an adaptation is, what is meant by adaptation. We have a separate video on adaptation. You must have watched it. Chemmeen, the 1965 Malayalam romantic drama film, is an adaptation of the novel Chemmeen by Thagazhi Sivasankarapilla. Thagazhi wrote the novel in 1956, 9 years earlier. 9 years earlier of the filmmaking, he wrote the novel Chemmeen. That is in 1956. In the novel Chemmeen, Thagazhi made a departure. In the novel which he wrote in the year 1956, Thagazhi Sivasankarapilla made a deliberate departure. മനഃപൂർവ്വം അദ്ദേഹം ഒഴിഞ്ഞു മാറി അകന്നു മാറി ഒരു ഡിപ്പാർച്ചർ നടത്തി. ഇതിൽ നിന്നും ഫ്രം ദി കമ്മിറ്റ്മെൻറ്റ് ടു റിയലിസം ആസ് ഇറ്റ് അപ്പിയർഡ് ഇൻ ഹിസ് വർക്ക്സ് ടിൽ ദെൻ. അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ നോവലുകളിലും കഥകളിലും ഒക്കെ ഒരു റിയലിസം ഉണ്ടായിരുന്നു. ആ റിയലിസത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിധേയത്വത്തിൽ നിന്നും പിന്മാറിയ അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ നോവൽ ചെമ്മീൻ. റിയലിസം അല്ല ഇതിൽ പ്രതിപാദിച്ചിട്ട്. ഇതൊരു ഫാബിൾ പോലെയാണ്, ഒരു മുത്തശ്ശി കഥ പോലെ മനോഹരമായ ഒരു ക്ലാസിക്കാണ് ഈ നോവലും അതെ, സിനിമയും അതെ. സീൻ ചെമ്മീൻ, Thagazhi made a departure from the commitment to realism as it appeared in his works till then. And he brought in a figurative way, in an ornamental language we can say, he brought in a fresh breeze of lyricism and romanticism in the novel. He brought in a fresh breeze, ഒരു പുതിയ പൂന്തന്നൽ കൊണ്ടുവന്നു. എന്തിൻ്റെ? ലിറിസിസം ആൻഡ് റൊമാൻറ്റിസിസം. ലിറിസിസത്തിൻ്റെയും റൊമാൻറ്റിസത്തിൻ്റെയും ഒരു പുതിയ തെന്നൽ ഈ നോവലിലൂടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോ എക്സാജറേഷൻ, അത് അതിശയോക്തിയേ അല്ല. The novel acquires the quality of a fable in which the life of the fisherman community is depicted with a great emotional detail. You know, this novel acquires, it gets the quality of a fable. ഒരു മുത്തശ്ശിക്കഥയുടെ ഒരു ക്വാളിറ്റി ഈ നോവൽ നമുക്ക് കാണാൻ കഴിയും. It acquires the quality of a fable in which the life of the fisherman community is pictured or depicted with a great emotional detail. വളരെ വൈകാരികമായ വിശദാംശത്തോടു കൂടിയാണ് ഈ മുക്കുവ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അരയരുടെ സമൂഹത്തിൻ്റെ ജീവിതം ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ദി കസ്റ്റംസ്, taboos, beliefs, rituals, and the day-to-day business of living through the pain of stark existence came alive magically through Thagazhi's pen. We can say that the customs, മുക്കുവരുടെ ആചാരമര്യാദകൾ, ടാബൂസ്, അവർക്കിടയിലുള്ള വിലക്കുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിലക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അരയത്തി പെണ്ണ് പിഴച്ചു പോയാൽ ആ തുറയാകെ നശിച്ചു പോകും, അല്ലെങ്കിൽ കടലിൽ പോയ അരയൻ തിരിച്ചു വരില്ല.
ഇങ്ങനൊരു വിശ്വാസം, ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സദാചാരപരമായ ഒരു ടാബു അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ടാബു, സച്ച് എ ടാബു എക്സിസ്റ്റഡ് എമംഗ് ദം. സോ ദി നോവൽ ഡെപ്പിക്സ്, നമ്മൾ സിനിമയിലേക്ക് വന്നില്ല, വി ആർ സ്റ്റിൽ റിമൈനിങ് വിത്ത് ദി നോവൽ. ദി നോവൽ ഡെപ്പിക്സ് ദി കസ്റ്റംസ്, ആചാരമര്യാദകൾ, ടാബൂസ്, വിലക്കുകൾ, ബിലീഫ്സ്, വിശ്വാസ പ്രമാണങ്ങൾ, റിച്വൽസ്, ആചാരാനുഷ്ഠാനങ്ങൾ, ആൻഡ് ദി ഡേ ടു ഡേ ബിസിനസ് ഓഫ് ലിവിങ്. ആ മുക്കുവരുടെ അല്ലെങ്കിൽ അരയ സമുദായത്തിൻ്റെ ദൈനംദിന ജീവിതം, ദ ഡേ ടു ഡേ ബിസിനസ് ഓഫ് ലിവിങ് ത്രൂ ദി പെയിൻ ഓഫ് സ്റ്റാർക്ക് എക്സിസ്റ്റൻസ് കെയിം അലൈവ്. വളരെ സ്റ്റാർക്കായ അവരുടെ ജീവിതം, ആ ജീവിതം ഇറ്റ് കെയിം ഇൻ ടു എലൈവ്, ഇറ്റ് കെയിം അലൈവ് ത്രൂ തകഴീസ്, അല്ല കെയിം ഇൻ ടു എലൈവ് മാജിക്കലി ത്രൂ തകഴീസ് പെൻ. തകഴിയുടെ തൂലികയിലൂടെ മാന്ത്രികമായി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന ഒരു നോവലാണ് വിശ്വവിഖ്യാതമായ 1956 പ്രസിദ്ധീകൃതമായ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ. The novel Chemmeen won the Kendra Sahitya Academy Award, that is India's second largest literary prize in 1957. 56 നോവൽ പ്രസിദ്ധീകരിച്ചു. പിറ്റേ വർഷം 1957 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സാഹിത്യ അവാർഡാണ്. ഏറ്റവും ഉയർന്നത് ജ്ഞാനപീഠം അവാർഡ്. അപ്പോൾ രണ്ടാമത്തെ സാഹിത്യ അവാർഡായ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ നോവലിന് ലഭിച്ചു. ഏത് നോവലിന്? ചെമ്മീൻ എന്ന് പറയുന്ന നോവലിന് ലഭിച്ചു 1957. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് ദി ഫസ്റ്റ് മലയാളം നോവൽ ടു റിസീവ് സച്ച് എ നാഷണൽ ഓണർ. ഇറ്റ് വാസ് ദി ഫസ്റ്റ് മലയാളം നോവൽ ടു റിസീവ് സച്ച് എ നാഷണൽ ഓണർ. ഈ ഒരു ദേശീയ ബഹുമതി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി നേടുന്ന മലയാളം നോവൽ ഏതാണ്? വേറെ ഒന്നുമല്ല, ചെമ്മീനാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. സോ ഇറ്റ് ഈസ് എ പ്രിഫസ്, ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ, ഇറ്റ് ഈസ് അബൌട്ട് ദി നോവൽ. നോവൽ വായിക്കാതെ സിനിമയുടെ രസമല്ല. നിങ്ങൾ ഇപ്പം നോവൽ പലരും വായിച്ചിട്ടില്ല, ചിലർ വായിച്ചിട്ടുണ്ട്, അത് പോകട്ടെ. സിനിമയെങ്കിലും യു മസ്റ്റ് നെസസറിലി വാച്ച് ദി മൂവി ചെമ്മീൻ. ചെമ്മീൻ്റെ കഥയൊന്നും റാഷോമോൻ്റെ സ്റ്റോറിയെക്കുറിച്ചൊക്കെ പരാമർശിച്ചതുപോലെ ചെമ്മീൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ് വിൽ മാർ യുവർ എൻജോയ്മെൻറ്റ്. നിങ്ങളുടെ എൻജോയ്മെൻറ്റിനെ അത് നശിപ്പിക്കും. നിങ്ങൾ ഈസ്മാൻ കളറുള്ള മനോഹരമായ തൃശ്ശൂരെ നാട്ടിക കടപ്പുറത്ത് വെച്ച് ചിത്രീകരിച്ച സിനിമ നിങ്ങളെല്ലാവരും കാണണം, ആസ്വദിക്കണം. അതുകൊണ്ട് കഥ പറയുന്നില്ല, മലയാളം സിനിമയല്ലേ. ഐ എം നോട്ട് ഗോയിങ് ടു നാരേറ്റ് ദി സ്റ്റോറി ഓഫ് ദി ഫിലിം. മറ്റേതെങ്കിലും വിദേശീയ ഭാഷയാണെങ്കിൽ പറയാമായിരുന്നു. ഇതിൻ്റെ ആവശ്യമില്ല. മനോഹരമായ സിനിമ. അപ്പോൾ ഇത് രാമു കാരിയറ്റ് എന്ന് പറയുന്ന ഡയറക്ടർ ഈ സിനിമ എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട നമ്മുടെ നടൻ മധു കേരളമതി കൊടുത്ത ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, രാമു കാരിയറ്റ് ഇതിന് അവാർഡ് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങി. അതുകൊണ്ട് തന്നെ പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു. അതിന് അവാർഡ് ലഭിക്കും. അത് മാത്രമല്ല, പല കഥാപാത്രങ്ങൾക്കും അവാർഡ് കിട്ടേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും ചെമ്പൻ കുഞ്ഞെന്ന് പറയുന്ന ക്യാരക്ടർ, കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ചെമ്പൻ കുഞ്ഞ്, അതിഗംഭീരമായ പെർഫോമൻസ്. അസലൊരു അന്നത്തെ കാലത്തെ ഒരു മണി മൈൻഡഡായ ഒരു അരയൻ്റെ ഒരു റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാകും. അതിൽ ചെറിയ കഥാപാത്രങ്ങളായാലും എല്ലാം ഗംഭീരമാണ്. ഗംഭീരമായൊരു സിനിമയാണ് ചെമ്മീൻ. 65 എടുത്തതാണെന്ന് ഓർക്കണം. ഈസ്മാൻ കളർ എന്ന് പറയുന്ന മനോഹരമായ ആ കളറിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പണ്ട് പറഞ്ഞു ഈസ്മാൻ കളറിനേക്കാളും നല്ലത് ടെക്നിക് കളറാണെന്ന് പറഞ്ഞു ലാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിളാണ്. എല്ലാവരെയും ഫിലിം കാണണം. നമുക്കിനി സിനിമയുടെ റിവ്യൂയിലേക്ക് അടക്കാം. ചെമ്മീൻ മലയാളം ക്ലാസിക് ഫിലിം. Whenever we say about Chemmeen, we should necessarily mention classic, Malayalam classic. Directed by Ramu Karyat. Ramu, K-A-R-I-A-T, Karyat. Ramu Karyat. കേട്ടിട്ടുണ്ടോ രാമു കാരിയറ്റ്? Haven't you heard of him? Ramu Karyat, he was born in the year 1922 and he died in
1979 at the age of just 52 years of age. He was just 52. Ramu Carriot. He was a famous Malayali Indian filmmakers for almost 3 decades. He was a well-known or a famous Malayali Indian, one of the Malayali Indian filmmakers for almost 3 decades, from 1950 to 1970s. 1950 to 1970s. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിമായ നീലക്കുയിൽ തന്നെ പ്രത്യേക വെള്ളി മെഡൽ കരസ്ഥമാക്കിയതാണ് പ്രസൻറ്റയിൽ. നീലക്കുയിൽ സത്യനും മിസ് കുമാരി അഭിനയിച്ച നീലക്കുയിൽ, അതിനെക്കുറിച്ച് ഞാൻ മലയാള സിനിമയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡിഡ് യു ഫർഗെറ്റ് ഇറ്റ്? പ്ലീസ് ഡോണ്ട്. മിന്നാമിനുങ്ങ് നല്ല ഫിലിം. മുടിയനായ പുത്രൻ, പ്രേംനസീറൊക്കെ അഭിനയിച്ച മുടിയനായ പുത്രൻ. മൂടുപടം, നല്ല മനോഹരമായ ലിറിക്സുണ്ട്, മനോഹരമായ ഗാനങ്ങളുണ്ട്, അനുഗ്രഹീതമായ ഒരു ഫിലിം. മൂടുപടം. നമ്മുടെ ഈ ചെമ്മീൻ, അതിനുശേഷം നെല്ല് ഉദയയുടെ ബാനറിൽ ചിത്രീകരിച്ച നെല്ല്. അതിൽ ലതാ മങ്കേഷ്കർ പൊൻകദളി എന്നൊരു ഗാനമൊക്കെ ആലപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതിലെ മ്യൂസിക് കമ്പോസറായ സലിൽ ചൗധരി ആയിരുന്നു. അഭയം, മധു ശാരദയൊക്കെ അഭിനയിച്ച അഭയം. 7 രാത്രികൾ, ദ്വീപ്, ഇതാണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ എടുത്ത ദ്വീപ് എന്ന് പറയുന്ന സിനിമ. ദ്വീപ്, ജോസും ശോഭയൊക്കെ ആയിരുന്നു അതിൽ. അന്തരിച്ചു പോയ ബാലുമഹേന്ദ്രയുടെ ഭാര്യയായി തീർന്ന ശോഭയൊക്കെ ആയിരുന്നു അതിലെ നായകന്മാർ. പിന്നീട് മായ എന്ന് പറയുന്ന ഫിലിമുണ്ട്. ദീസ് ആർ ദി ഫേമസ് ഫിലിംസ് ബൈ രാമു കാരിയട്ട്. രാമു കാരിയട്ടിന് സുമ എന്ന് പറയുന്ന ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. സുമയുടെ ഹസ്ബൻഡാണ് മലയാളത്തിലെ സ്മൈലിംഗ് വില്ലൻ ആയിട്ട് അഭിനയിച്ച ദേവനൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു. ഹരിഹരൻ ഡയറക്റ്റ് ചെയ്ത വെള്ളം എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഈ സലിൽ ചൗധരി ആയിരുന്നു. വെള്ളം ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചില്ല, ഒരുപാട് കടങ്ങളുണ്ടായി. ആ കടം വീട്ടുവാനായിട്ടാണ് സുമുഖനായ ദേവൻ അഭിനയ രംഗത്തേക്ക്, രാമു കാരിയട്ടിൻ്റെ മരുമകനായ ദേവൻ അഭിനയ രംഗത്തേക്ക് വരുന്നത്. സോ ദറ്റ് ഈസ് രാമു കാരിയട്ട്, ഡയറക്റ്റഡ് ബൈ രാമു കാരിയട്ട്, പ്രൊഡ്യൂസ്ഡ് ബൈ ബാബു ഇസ്മയിൽ സെയ്റ്റ്. തീരെ ചെറുപ്പക്കാരനായിരുന്നു, നിങ്ങളുടെ പ്രായം പോലും ഉണ്ടായിരുന്നില്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. ഫിലിം രജിസ്റ്റർ ചെയ്യാനായിട്ട് 18 വയസ്സ് വേണം പ്രൊഡ്യൂസറായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ 18 വയസ്സാകാൻ വേണ്ടി കാത്തിരുന്നു. ജസ്റ്റ് 18 വയസ്സേ ബാബു സെയ്റ്റിനുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഉണ്ടാക്കിയ ബാനറാണ് കൺമണി ഫിലിംസ്. അതിനുശേഷം കൺമണി ബാബു എന്നറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ബാബു ഇസ്മയിൽ സേഠ്. അദ്ദേഹം പിതാവൊക്കെ വ്യവസായികളായിരുന്നു. കോഴിക്കോട്ടെ പ്രശസ്ത മത്സ്യ വ്യവസായികളായിരുന്നു ബാബു ഇസ്മയിൽ സേഠ്, അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹമാണ് ഹി വാസ് ലേറ്റർ നോൺ ആസ് കൺമണി ബാബു. സ്ക്രീൻ പ്ലേ ബൈ എസ്.എൽ. പുരം സദാനന്ദൻ. അന്നത്തെ പ്രശസ്ത നാടകകൃത്തായിരുന്നു എസ്.എൽ. പുരം സദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് ഒരു പ്രശസ്ത സംവിധായകനാണ്, എസ്.എൽ. പുരം ജയസൂര്യ എന്ന് പറയുന്ന ഡയറക്ടർ. എസ്.എൽ. പുരം സദാനന്ദൻ്റെ മനോഹരമായ മുക്കുവന്മാരുടെ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ സ്ലാങ്ങിലുള്ള ലാംഗ്വേജിൽ ആണ് അദ്ദേഹം ഇതിൽ സ്ക്രീൻ പ്ലേ രചിച്ചിരിക്കുന്നത്. വളരെ മനോഹരം. നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം. അപ്പോൾ ചിലരുടെയൊക്കെ സംഭാഷണം അറിയാതെ അതിൽ നിന്നൊക്കെ മാറിപ്പോവും. അപ്പോൾ അതിലാണ് കടാപ്പുറം, മകാൾ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ലാങ് ഈ മുക്കോർക്കിടയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കിടയിലുണ്ടായിരുന്ന, അരേ സമൂഹത്തിനിടയിലുണ്ടായിരുന്ന ഒരു സ്ലാങ്ങാണ്. ആൻഡ് ദിസ് ഫിലിം ഈസ് based on Chemmeen-B.A.Eng.Litt.Sem by ശിവശങ്കരപിള്ള. Lyrics, the songs are written by Vaylar. Lyrics were by Vaylar രാമവർമ്മ. മനോഹരമായ ലിറിക്സ്, അനശ്വരങ്ങളായ ധാരാളം ഗാനങ്ങൾ ഇതിലുണ്ട്. ലിറിക്സ് ബൈ വയലാർ. ആൻഡ് സിനിമാറ്റോഗ്രാഫി ക്യാമറ ബൈ മാർക്കസ് ബാർട്ട്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനും കൂടെ നമ്മുടെ യു രാജഗോപാൽ ഉണ്ടായിരുന്നു അസിസ്റ്റൻ്റായിട്ടും. ചില സീൻസൊക്കെ ചിത്രീകരിച്ചത് യു രാജഗോപാലാണ്. മാർക്കസ് ബാർട്ട്ലി ആൻഡ് യു രാജഗോപാൽ. എഡിറ്റഡ് ബൈ ദി ബംഗാളി
ആനന്ദ് തിരിഞ്ഞുപോയി, ആനന്ദ്. പിന്നെ ചുപ്കെ ചുപ്കെ, ചുപ്കെ ചുപ്കെ. ആൻഡ് ഹിസ് പീരീഡ് he was born in the year 1922. Hrishikesh Mukherjee was born in the year 1922 and died in 2006 only. 2006. He was a film director and editor, and his famous the films directed by him are Anand, Chupke Chupke, Golmaal, Afiman, Khoobsurat, Namak Haram. അമിതാഭ് ബച്ചനും അംജദ് ഖാനും ഒക്കെ അഭിനയിച്ച നമക് ഹരാം, മിലി അതിലുണ്ടായിരുന്ന അമിതാഭ് ബച്ചൻ, പിന്നെ അനാരി, അനാഥൻ എന്നുള്ള അനാരി. ഇതൊക്കെയാണ് ദീസ് ആർ ദി ഫേമസ് ഫിലിംസ് ബൈ ഋഷികേശ് മുഖർജി. പിന്നെ ലിറിക്സ് വയലാർ എന്ന് പറഞ്ഞു. ആൻഡ് മ്യൂസിക് ഡയറക്ടർ, ഹു ഈസ് ദ മ്യൂസിക് ഡയറക്ടർ? സലിൽ ചൗധരി, ദി ബംഗാളി സലിൽ ചൗധരി. He was born in the year 1925 and he died in the year 1995. His period was between 1925 and 1995. He was a famous Indian song writer. ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ബംഗാളിൽ കുറേ ഫോക്ക് സോങ്സ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ്, റൈറ്റർ ഓഫ് ലിറിക്സ് ആൻഡ് പോയറ്റ്. ആൻഡ് he composed music for films in 13 languages. He composed music for films in 13 languages. That is something very noteworthy. That is something very extraordinary. And his famous films in Hindi are Madhumati, Anand, Prakash, and the Bengali film Do Figa Zameen. മലയാളത്തിലാണെങ്കിൽ എത്ര ഫിലിംസ്, മനോഹരമായ ഗാനങ്ങൾ. ഇന്നും ആളുകളുടെ മനസ്സിൽ തത്തിക്കളിക്കുന്ന ധാരാളം ഗാനങ്ങൾ അതുള്ള സിനിമകൾ. മദനോത്സവം, കമൽഹാസനും ശ്രീദേവിയും കമൽഹാസനും സറീന വഹാബ് അഭിനയിച്ച മദനോത്സവം, 7 രാത്രികൾ, അഭയം, നേരത്തെ പറഞ്ഞു മധു ശാരദയൊക്കെ അഭിനയിച്ചു, അഭയം, സ്വപ്നം, മനോഹരമായ ഗാനങ്ങളുള്ളൊരു ഫിലിമായിരുന്നു സ്വപ്നം. നന്ദിത ബോസ് അഭിനയിച്ച സ്വപ്നം. നെല്ല്, നേരത്തെ പറഞ്ഞല്ലോ കഥകളി, ചെങ്കഥളി എന്നുള്ള ഗാനമൊക്കെ ഉള്ളത്. പിന്നെ അപരാധി, തുലാവർഷം, പ്രേം നസീർ അഭിനയിച്ച, പ്രേം നസീർ ഉണ്ണിമേരിയൊക്കെ അഭിനയിച്ച തുലാവർഷം, സമയമായില്ല പോലും. പിന്നെ ജയനൊക്കെ അഭിനയിച്ച ഏതോ ഒരു സ്വപ്നം, ഒരു മുഖം മാത്രം കണ്ണിൽ, ഉറങ്ങുവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഗാനമുള്ള ഏതോ ഒരു സ്വപ്നം, വിഷുക്കണി, പൂവിളി പൂവിളി പൊന്നോണമായി, എന്നും നമ്മൾ ഓണക്കാലത്ത് പാടുന്ന ഗാനമുള്ള വിഷുക്കണി, ദേവദാസി, ലേറ്റസ്റ്റ് ഫിലിം. ഈ ഗാനം മറക്കുന്നു, ഈ ഗാനം പ്രേം നസീർ അഭിനയിച്ച ഈ ഗാനം മറക്കുന്നു. അതിലൂടെയാണ് ലാലു അലക്സ് ആദ്യമായി അഭിനയിക്കുന്നത്. അതിൽ വില്ലനായിട്ടാണ് ലാലു അലക്സ് അഭിനയിക്കുന്നത്. ഈ ഗാനം മറക്കുന്നു. ചുവന്ന ചിറകുകൾ. പിന്നെ ജയൻ്റെ പുതിയ വെളിച്ചം, ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത പുതിയ വെളിച്ചം, പ്രേം നസീർ അഭിനയിച്ച ഒരു ഹിന്ദിയുടെ അഭിനയിച്ച എയർ ഹോസ്റ്റസ്, അന്ത്യവെയിലെ പൊന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ രാമു കാരിയട്ടിൻ്റെ മരുമകൻ ദേവൻ പ്രൊഡ്യൂസ് ചെയ്ത, ഹരിഹരൻ സംവിധാനം ചെയ്ത്, പ്രേം നസീറും മധുവും ഷീലയും ജയഭാരതി എന്ന് വേണ്ട അന്നത്തെ വമ്പൻ താരനിര തന്നെയുള്ള വെള്ളം. പിന്നെ തമ്പുരാൻ. അവസാനം അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത മലയാള സിനിമയാണ് മനോജ് കെ ജയനൊക്കെ അഭിനയിച്ച തുമ്പോളിക്കടപ്പുറം. അത് നമ്മുടെ ചെമ്മീൻ്റെ ഒരു 2ാം ഭാഗമായിട്ടാണ് അത് എടുത്തത്. സിനിമ പരാജയപ്പെട്ടു പോയി. സോ ദീസ് ആർ ദി ഫേമസ് മലയാളം മൂവീസ് in which the songs were composed, directed by Salil Chowdhury, edited by Hrishikesh Mukherjee, production Kanmani Films. Release date, Chemmeen was, please remember this date, Chemmeen was released on August 19th August 1965. Running time 140 minutes. Country India and language Malayalam. So Chemmeen was the first significant Malayalam novel to be translated into English after independence. നോവലിനെ കുറിച്ചൊരു വാക്കൂടെ. Chemmeen was the first significant Malayalam novel to be translated into English after independence. So rather,
during the early പോസ്റ്റ് കൊളോണിയൽ ഇറയിൽ, അതായത് കൊളോണിയൽ വാഴ്ചയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ പല ലാംഗ്വേജസിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു നോവലായിരുന്നു ചെമ്മീൻ. അതിനുശേഷം തകഴിയുടെ തന്നെ കയർ എന്ന് പറയുന്ന അതിബൃഹത്തായ നോവലും ധാരാളം ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? നാരായണ മേനോൻ എന്ന് പറയുന്ന വിവർത്തകനാണ്. നാരായണ മേനോൻസ് ട്രാൻസ്ലേഷൻ ടൈറ്റിൽഡ് The Anger of the Sea Goddess. Chemmeen was, in English, the English title of Chemmeen was The Anger of the Sea Goddess. When the novel was translated into English, this title was given to it. Which title was given to it? The Anger of the Sea Goddess. The Anger of the Sea Goddess was the title given to the English novel. So that novel remains, the English novel remains very popular even to this day. Widely successful, Chemmeen was translated to more than 30 languages. You know, the translations were also very successful. It was later translated into more than, the novel Chemmeen was translated into more than 30 languages. That is something extraordinary. 30 languages which include major Indian and foreign languages. ഇംഗ്ലീഷ് മാത്രമല്ല, മറ്റു പല റഷ്യൻ ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള മറ്റു പല ലാംഗ്വേജസിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെമ്മീൻ. അപ്പോൾ തർജ്ജമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടില്ല, എന്നാലും ദി prejudices, the beliefs, the customs, rituals fascinated the people all over the world. അതാണ് അതിൻ്റെ പ്രത്യേകത. When Ramu Carriot had decided to adapt the novel Chemmeen into a romantic drama film, he appeared several people, including the Kerala government, for funds to produce the film. Ramu Carriot was greatly fascinated by the novel Chemmeen, and he took a decision to adapt it into a film. So Ramu Carriot had decided to adapt this film into a romantic drama film, and he approached several people, including the Kerala government, for funds to produce the film. But at the initial stage, all his success ended in failure. All his attempts ended in failure. He did not meet with success in his ambition. That Ramu Carriot met Babu Ismail Seth, who was in his early 20s. Babu Ismail Seth, later known as Kanmani Babu. He was in his early 20s. 20 പോലും കഴിഞ്ഞില്ല, 18 വയസ്സായതേ ഉള്ളായിരുന്നു. And Kanmani Babu Ismail Seth agreed to finance the film and brought out the film. He brought out the film in Kanmani Films banner. He produced the film, he brought out the film, or he produced the film under Kanmani Films banner. Ramu Carriot bought the right from Thagiri for ₹800, a comparatively large sum for a Malayalam novel then. 65 ഒരു മലയാളം നോവലിന് അതിൻ്റെ അവകാശത്തിന് വേണ്ടി, സിനിമയാക്കാനുള്ള അവകാശത്തിന് വേണ്ടി 8,000 ഉറുപ്പിക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഹ്യൂജ് സം ദെൻ. ഇന്നത്തെ 8 ലക്ഷത്തിനപ്പുറമാണത്. 65-ലാണെന്ന് ഓർക്കണം. 8,000 രൂപയ്ക്ക് ഏക്കർ കണക്കിന് നമുക്ക് റബ്ബർ തെങ്ങിൻ തോപ്പ് വാങ്ങിക്കാം അന്നത്തെ കാലത്ത്. ബട്ട് Ramu Carriot knew that it would become commercially as well as artistically a success. അദ്ദേഹത്തിന് അറിയാമായിരുന്നത് കൊമേഴ്സ്യലായിട്ടും അതുപോലെ കലാപരമായിട്ടും വിജയമാകുമെന്ന് അറിയാമായിരുന്നു. ദാറ്റ് ഈസ് വൈ ഹി bought the right from Thagiri for ₹8,000, a comparatively large sum for a Malayalam novel then. The film was completely shot from Nattiga beach, located about 25 kilometers from Thrissur. പലരും പോയിട്ടുണ്ടാകുമായിരിക്കും. തൃശ്ശൂരിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള, തൃശ്ശൂർ ടൗണിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള നാട്ടിക ബീച്ചിലാണ്, നാട്ടിക കടപ്പുറത്താണ് ഈ ഫിലിം പൂർണ്ണമായും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിലതൊക്കെ സെറ്റിട്ട് അതിലവസാനത്തെ ചുഴിയിൽ പളനിയാകപ്പെടുന്ന സീനൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റിട്ട് ചെയ്ത് ഉദയയിൽ സെറ്റിട്ട് ചിത്രീകരിച്ചതാണ്. പക്ഷെ നമുക്കങ്ങനെ തോന്നില്ല. അന്നത്തെ കാലത്തെന്ന് പറയുന്നത് ഈ VFX, SFX, കമ്പ്യൂട്ടർ ജനറേറ്റഡ്
ടെക്നിക്സ് ഒന്നും ഇല്ലാത്ത കാലയളവിൽ വളരെ മനോഹരമായ ചുഴിയിലകപ്പെട്ട് വളരെ മരിക്കുന്ന സീൻ ഭംഗിയാക്കിയിട്ടുണ്ട്. നിങ്ങളത് സിനിമ കാണുമ്പോൾ യു ഷുഡ് വാച്ച് ദി ഫിലിം വൺസ് അഗൈൻ. ഐ ആം എൻട്രീറ്റിംഗ് യു, ഐ ആം അപ്പീലിംഗ് ടു യു ടു സീ ദി ഫിലിം. നിങ്ങൾ കാണണം. ഓക്കെ. So the film was completely shot from the Nautiya beach located 25 kilometers away from Thrissur. The film won critical acclaim. The film was able to win critical acclaim. നിരൂപകരുടെ പ്രശംസ പിടിച്ചുപറ്റിയെന്ന് മാത്രമല്ല, it was also a big commercial success, a box office hit. വീണ്ടും വീണ്ടും തിയേറ്ററുകളിൽ ഓടിയ സിനിമയാണ്. വീണ്ടും വീണ്ടും എത്ര കണ്ടാലും ആളുകൾക്ക് അതിലെ ആ റൊമാൻസ്, ഹൃദയസ്പർശിയായ റൊമാൻസ് മറക്കാൻ കഴിയും. പരീക്കുട്ടിയും കറുത്തമ്മൻ തമ്മിലുള്ള റൊമാൻസ് മറക്കാനാകില്ല. പരീക്കുട്ടിയുടെ റോളിൽ അന്ന് വലിയ പോപ്പുലർ നടനൊന്നും അല്ലായിരുന്നുവെങ്കിലും മധുവിനെയാണ്. മധു എന്ന റൊമാൻറ്റിക് ഹീറോ ഒന്നും ആയിരുന്നില്ല, പ്രേംനസീറായിരുന്നു റൊമാൻറ്റിക് ഹീറോ. എങ്കിലും രാമു കാര്യമായിട്ട് ഒരു മധു എന്ന നാടകങ്ങളിൽ പിന്നെ ഡൽഹിയിൽ ഡ്രാമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അത് കഴിഞ്ഞ് നാടകങ്ങളിലൊക്കെ അപ്പോൾ ആ നാടകങ്ങളിൽ അഭിനയിച്ച സമയത്ത് ഡൽഹിയിൽ വെച്ച് രാമുകാരിയായിട്ട് കണ്ടപ്പോൾ മധുവിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, താങ്കൾ എന്താ നാടകങ്ങളിൽ മാത്രമേ അഭിനയിക്കൂ, സിനിമയിൽ അഭിനയിച്ചൂടെ എന്ന് ചോദിക്കുകയും പിന്നീട് ഇതിലെ നായകനായ റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള പരീക്കുട്ടിയുടെ റോള് നൽകുകയും ചെയ്തു. അത് മധു ഗംഭീരമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാം. കറുത്തമ്മയുടെ റോള് ഷീലയെ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ പളനിയുടെ റോള് പറയണ്ടല്ലോ, സത്യൻ്റെ അതുല്യമായ അഭിനയത്തിൽ പളനിയുടെ റോള് ഗംഭീരമായിട്ടുണ്ട്. അതിലാരാ മോശം? എസ് പി പിള്ള മോശമാണ്. ചെറിയ ചെറിയ റോളുകൾ അഭിനയിച്ച അടൂർ ഭവാനിയോ അടൂർ പങ്കജോ അവരാരെങ്കിലും മോശമാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് ഒരു സിനിമയിലെ എല്ലാ ഘടകങ്ങളും പെർഫെക്റ്റ് ആകുമ്പോഴാണ് ഗംഭീര വിജയമാകുന്നത്. അതിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേകത നോക്കിയേ. മനുഷ്യ മനസ്സിലെ മൂഡ് മാറുന്നതനുസരിച്ച് കടലിനും മൂഡ് മാറ്റം ഉണ്ടാകും. വളരെ മനോഹരമായ കടലിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയല്ലേ. അത് മാത്രമല്ല, കടൽ അതിലൊരു കഥാപാത്രമാണ്. വി ക്യാൻ സീ ദാറ്റ് ദ സീ ഇറ്റ് സെൽഫ് ഈസ് എ ബിഗ് ക്യാരക്ടർ. കടൽ തന്നെ മനോഹരമായൊരു അല്ലെങ്കിൽ ഒരു ഗംഭീരമായ കഥാപാത്രമാണ്. ദ സീ ഇറ്റ് സെൽഫ് ഈസ് എ ബിഗ് ക്യാരക്ടർ. സീ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ഇൻ ദി ഫിലിം. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അത് അപ്പോൾ വാട്ട് ഈസ് ദി സ്റ്റോറി ഓഫ് ദി ഫിലിം അതൊന്നും പറയുന്നില്ല, എന്നാലും ചെറുതായിട്ട് പറഞ്ഞാൽ the film tells the story of a deep relationship between Karuthamma. The film tells the story of a deep relationship between Karuthamma, the daughter of a Hindu fisherman, Chemmeen-B.A.Eng.Litt.Sem, and Parikutti, the son of a Muslim fish merchant. 65-ലാണ് ഒരു മുസ്ലിമും ഹിന്ദുവും. മുസ്ലിമായ പരീക്കുട്ടി എന്ന് പറയുന്ന കൊച്ചു മുതലാളി ആ മുസ്ലിമാണ്. കറുത്തമ്മ എന്ത് ചെയ്യുന്നു? കറുത്തമ്മയെ അഗാധമായി സ്നേഹിക്കുന്നു. തിരിച്ചും അന്നത്തെ റൊമാൻസൊക്കെ ആണെന്നെങ്കിൽ അറിയാം, ഇതെന്തോന്ന് റൊമാൻസ്, ഓടി കെട്ടിപ്പിടിക്കുന്നില്ല, കിസ് ചെയ്യുന്നില്ല, ഇപ്പോഴത്തെ റൊമാൻസുമായിട്ട്. പക്ഷെ അത് അന്ന് അത്രേ പറ്റും. 65-ലാണ്. അതിൽ റൊമാൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. പേടിക്കണം, സമൂഹത്തെ പേടിക്കണം, വീട്ടുകാരെ പേടിക്കണം, ഒരുപാട് പേടിക്കണം. ഇന്ന് അതൊന്നുമില്ല. നിങ്ങൾ കെയർ ഫ്രീ അല്ലേ? നിങ്ങൾ യുവാക്കൾ കെയർ ഫ്രീ ആണ്. എന്തുമാകാം, എന്തിനുള്ള ലൈസൻസ് ഉണ്ടെന്നാണ് കരുതുന്നത്. അന്നതൊന്നും ഇല്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അന്നത്തെ റൊമാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കറുത്തമ്മ ആൻഡ് പരീക്കുട്ടി ഈസ് ദി സൺ ഓഫ് എ മുസ്ലിം ഫിഷ് ഹോൾസെയിൽ ബിസിനസ്സാണ്. ഹോൾസെയിലായിട്ട് മത്സ്യം വിൽക്കുന്ന ആളിൻ്റെ മകനാണ്. ഇദ്ദേഹവും ബിസിനസ്സിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദി തീം ഈസ് ബേസ്ഡ് ഓൺ ദ തീം ഓഫ് ദി ഫിലിം. അത് നോവലിനെ പോലെ തന്നെ ദി തീം ഓഫ് ദി ഫിലിം ഈസ് ബേസ്ഡ് ഓൺ ദി മിത്ത് എമംഗ് ദി ഫിഷർമൻ കമ്മ്യൂണിറ്റി along the coastal Kerala. Or we can say the theme of the film is based on a myth which is spread among the fishermen community along the coastal Kerala. കേരളത്തിൻ്റെ തീരപ്രദേശത്തുള്ള അരേ സമുദായത്തിനിടയിൽ നിലനിന്നിരുന്ന ഒരു മിത്തിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമയുടെ തീം ഉണ്ടായിരിക്കുന്നത്. What is the myth? The myth is about the chastity.
പാതിവൃത്യം, പരിശുദ്ധി. The myth is about the chastity. What is the chastity myth? What is the myth regarding chastity or chastity myth? If the married fisherwoman is unfaithful to her husband, if the married fisherwoman is unfaithful, and when her husband is on the sea, the sea goddess Kadalamma, sea goddess ആണല്ലോ കടലമ്മ എന്ന് പറയുന്നത്, sea goddess Kadalamma would consume him. So this was the myth that was prevalent among the coastal areas of Kerala. What was the myth? The myth was about the fact that if the married fisherwoman is unfaithful to her husband, and when her husband is away on the sea goddess Kadalamma would consume him, kill him. കടലമ്മ ഗ്രസിച്ച് കളയും, കൊന്നുകളയും. അപ്പം ഈ തുറയിൽ അരയത്തി പിഴച്ചു പോയാൽ അരയൻ നശിച്ചു പോകും, അരയൻ കൊല്ലപ്പെടും, അരയനെ കടലമ്മ വിഴുങ്ങും. ഇതായിരുന്നു ഒരു മിത്ത്. ആ മിത്തിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് കഥ അവസാനിക്കുന്നത്. കഥയുടെ പരിസമാപ്തികൾ നോക്കി. സത്യൻ്റെ കഥാപാത്രം പളനി എന്ത് ചെയ്യുന്നു, ചുഴിയിലകപ്പെട്ട് മരിച്ചു പോകുന്നു. അതേസമയം ആ കടപ്പുറത്ത്, ആ നാട്ടിക കടപ്പുറത്ത് ലവേഴ്സിൻ്റെ ശവശരീരവും കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അല്ലേ? വളരെ ഹൃദയസ്പൃക്കായ ഒരു രംഗമാണ്. അതാണ് ഡീപ്പ് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ലവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരു എക്സിബിഷൻ ആയിരുന്നില്ല, ഒരു പ്രകടനമായിരുന്നില്ല. ഇറ്റ് വാസ് സംതിങ് വിച്ച് റിമൈൻഡ് ഇൻ ദി ഇന്നർമോസ്റ്റ് റിസസ് ഓഫ് ദി ഹേർട്ട്. ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒന്നാണ്. വേറൊരു പുരുഷനെ സാഹചര്യങ്ങളെ സമ്മർദ്ദത്താൽ വരിക്കേണ്ടി വന്നാലും മരണം വരെ ആ പഴയ പ്രേമം വിട്ടുകളയാൻ കമിതാക്കൾക്ക് സാധിക്കുമായിരുന്നില്ല. പരീക്കുട്ടിയും കറുത്തമ്മയും നമ്മൾ അനശ്വര പ്രണയം അതല്ലേ സൂചിപ്പിക്കുന്നത്. അവരുടെ സ്നേഹം, അവൾ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ഉള്ള സംഭാഷണം. എൻ്റെ കറുത്തമ്മേ എന്നോടൊന്നും മിണ്ടൂല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഹൃദയസ്പിക്കാരൻ രംഗം എന്ന് പറയാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കറുത്തമ്മ പോവാണല്ലേ, നീ പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി എൻ്റെ നെഞ്ചു പൊട്ടി മരിക്കും കറുത്തമ്മ എന്നൊക്കെ ഹൃദയസ്പർശിയായിട്ട് പറയുന്നത്. അത് മിമിക്രിക്കാർക്കൊരു തമാശയായിരിക്കാം, പക്ഷേ അത് ഇറ്റ് ഈസ് ഹേർട്ട് റെൻഡിങ്. അന്നത്തെ കക്ഷികളായ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഹൃദയസ്പർശിയായ, ഹൃദയഭേദകമായ ഡയലോഗുകളായിരുന്നു അതൊക്കെ. ഇന്ന് നിങ്ങൾക്ക് ലവ് ആക്ഷൻ ഡ്രാമയിലേക്ക് ഡയലോഗുകളും അതിലുള്ള എന്താ പറയുന്നത് ചാബല്യമാർന്ന പ്രണയങ്ങളും ഒക്കെയാണ് നിങ്ങൾക്കിഷ്ടം. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ മനസ്സിമാർ പഴകിയ തരുവല്ലി നീക്കി മാറ്റണം. മനസ്സിമാർ മനസ്സ് ഒഴിവത് അശക്യം ഒരാളിലൂന്നിയാൽ. ഈ വർഷത്തിൽ കയറിപ്പറ്റിയ ഈ വള്ളികളെ നമുക്ക് ഉണങ്ങിയാൽ ബലമായിട്ട് പിടിച്ചു മാറ്റാം. പക്ഷെ അന്നത്തെ മനസ്സിമാർ, നല്ല സ്ത്രീകളുടെ മനസ്സിൽ ഒരാൾ കടന്നുകൂടിയാൽ പിന്നെ അയാളെ അകറ്റി മാറ്റാനേ സാധിക്കുമായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ദി ലവ് സ്റ്റോറി ബിറ്റ്വീൻ കറുത്തമ്മ ആൻഡ് പരീക്കുട്ടി. So this was the myth that was prevalent among the sea coast in Kerala. What was the myth? It was the myth about chastity. If the married fisherwoman is unfaithful to her husband, when her husband is away on the sea goddess Kadalamma would become angry and consume the husband. The film was released on 19th August 1965. It received strong positive critical reviews. നെഗറ്റീവായിട്ടുള്ള ക്രിട്ടിക്കൽ റിവ്യൂസ് അതിന് കിട്ടിയില്ല. It received only strong positive critical reviews and was recognized or considered as a technically and artistically brilliant film. It was considered to be a technically and artistically brilliant film. It was at the same time a technically and artistically brilliant film. It is usually cited as the first notable creative film in South India.
Usually those who are interested in film studies would cite this film as an example of the notable creative film in South India ever made, or the first notable film in South India. It is usually cited as the very first notable creative film in South India. It was also the first South Indian film to win. It was the first South Indian film to win the President's Gold Medal for the best feature film in India. Not in South India or in Kerala. The best feature film in India in the year 1965. 1965 ഇന്ത്യയിൽ ഇറങ്ങിയ ഫീച്ചർ ഫിലിംസിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള ദേശീയ അവാർഡ് നേടി പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ സിനിമയാണ് ചെമ്മീൻ. ദറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ചെമ്മീൻ. അതാണ് ചെമ്മീൻ്റെ പ്രാധാന്യം. സോ ഇറ്റ് വാസ് ദി ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിം ടു വിൻ ദി ഇന്ത്യൻ പ്രസിഡൻസ് ഗോൾഡ് മെഡൽ ഫോർ ദി ബെസ്റ്റ് ഫീച്ചർ ഫിലിം in India in the year 1965. The youngster, the youth, Babu said, the producer of the film, received the award from Mrs. Indira Gandhi, who was the Minister for Information and Broadcasting in the Lal Bahadur Shastri government. അന്ന് പ്രൈം മിനിസ്റ്റർ ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇന്ദിരാഗാന്ധി പിന്നെ പ്രൈം മിനിസ്റ്റർ ആകുന്നത്. അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി ഗവൺമെൻറ്റിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ ശ്രീമതി ഇന്ദിരാഗാന്ധിയിൽ നിന്നാണ് ബാബു സേഠ് എന്ന് പറയുന്ന പയ്യൻ, ചുള്ളൻ പയ്യൻ, സുമുഖനായിരുന്നു ബാബു സേഠ്. സുമുഖനായ ബാബു സേഠ്, കൺമണി ബാബു, ഏറ്റവും നല്ല ഫീച്ചർ ഫിലിമിനുള്ള സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ബാബു സേഠ്, ദി പ്രൊഡ്യൂസർ ഓഫ് ദി ഫിലിം, റിസീവ്ഡ് the most coveted award from Mrs. Indira Gandhi, who was the Minister for Information and Broadcasting in the Lal Bahadur Shastri government. The film was later screened at various international film festivals. You know, the film Chemmeen was screened, it was exhibited in various international film festivals and won awards at the Cannes Film Festival. Britain's film festival is Cannes Film Festival and Chicago Film Festival in America. It was able to win awards in Cannes Film Festival and Chicago Film Festivals. Cannes Film Festival and Chicago Film Festival. And also the film was dubbed and released in Hindi. സാധാരണ രീതിയിൽ ഹിന്ദി എന്നൊക്കെ ഇങ്ങോട്ട് ഡബ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആരാധന എന്ന് പറയുന്ന ഹിന്ദി സിനിമ മലയാളത്തിൽ അതേ പേര് ഡബ് ചെയ്തു. അത് മറുഭാഷകളിൽ നിന്ന് ഡബ് ചെയ്യും. മലയാളത്തിലെ തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ ഡബ് ചെയ്യും. ഇന്നും ഡബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തു. ചെമ്മീൻ ലഹരി എന്നും പറഞ്ഞുകൊണ്ട്. ദി ടൈറ്റിൽ ഓഫ് ദി ഡബ്ഡ് ഫിലിം ഇൻ ഹിന്ദി വാസ് ചെമ്മീൻ ലഹരി. അതുമാത്രമല്ല, ഇംഗ്ലീഷിലേക്കും ഡബ് ചെയ്തു. ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റീമേക്ക് അല്ല. റീമേക്ക് എന്ന് പറഞ്ഞാൽ പുതുതായിട്ടൊരു സിനിമ ഉണ്ടാക്കി. ഇത് ഡയലോഗ് മാത്രം മായ്ച്ചു കളഞ്ഞിട്ട് മറ്റ് ലാംഗ്വേജിലെ ഡയലോഗ് ചേർക്കുന്നതാണ് ഡബ്ബിങ്. നമുക്കറിയാമല്ലോ, അല്ലു അർജുൻ്റെ ഡബ്ബിങ് ഫിലിംസ് കണ്ട് രസിക്കുന്നതല്ലേ. അതേപോലെ മറ്റ് തെലുങ്ക് പ്രഭാസിൻ്റെ നമ്മുടെ ബാഹുബലിയൊക്കെ ഡബ്ബിങ് ഫിലിമല്ലേ അതൊക്കെ. അപ്പോൾ ഇറ്റ് വാസ് ഡബ്ഡ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ അണ്ടർ ദി ടൈറ്റിൽ ദി ആങ്കർ ഓഫ് ദി സീ. ദി ആങ്കർ ഓഫ് ദി സീ, കടലിൻ്റെ ദേഷ്യം, ദി ആങ്കർ ഓഫ് ദി സീ. ആ പേരിൽ ഇംഗ്ലീഷിലും അത് ഡബ് ചെയ്യപ്പെട്ടു. ദി ഫിലിം ഇൻക്ലൂഡഡ് ദി ടോപ്പ് ആക്ടിംഗ് ടാലൻസ്. നിസ്സാരക്കാരെയൊന്നും അല്ല രാമു ക്യാരറ്റ് എടുത്തത്. ദി കാസ്റ്റിംഗ് വാസ് എക്സലൻറ്റ്. ദി ഫിലിം ഇൻക്ലൂഡഡ് ദ ടോപ്പ് ആക്ടിംഗ് ടാലൻസ് ഓഫ് മലയാള സിനിമ ലൈക്ക് സത്യൻ ആസ് പളനി. തുഴഞ്ഞുകൊണ്ടുള്ള സത്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള വള്ളം തുറഞ്ഞുകൊണ്ടുള്ള വരവുമൊക്കെ എനർജറ്റിക് ആയിട്ടുള്ള സത്യൻ കറുത്ത സത്യനും വെളുത്ത കറുത്തമ്മയും ഇല്ല. ഒഥല്ലോ എന്ന് പറഞ്ഞാൽ മൂർവംശജനാണല്ലോ. ഒഥല്ലോയ്ക്ക് ഡെസ്റ്റിമോണയിൽ സംശയം ഉണ്ടാകുന്ന പോലെ സംശയം ഉണ്ടാകും. പിന്നെ വല്ലതും വേണം. പരീക്കുട്ടി സുമുഖനായ യുവാവും, മുസ്ലിം യുവാവും. സത്യൻ മധു ആസ് പരീക്കുട്ടി ആൻഡ് കൊട്ടാരക്കര ശ്രീധരൻ നായർ ആസ് ചെമ്പൻ കുഞ്ഞ്.
ആൻഡ് ഷീലാസ് കർത്തമ്മ. ദീസ് ആർ ദി മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ അടൂർ ഭവാനിയുടെ നല്ല പെണ്ണ്, ചെമ്മക്കുഞ്ഞിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന അടൂർ ഭവാനി, SP പിള്ളയുടെ ഭാര്യയായിട്ട് അടൂർ പങ്കജം, പിന്നെ മറ്റ് എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്ന് മൈനർ ക്യാരക്ടേഴ്സ് പോലും ഉണ്ടല്ലേ. ഗംഭീരമായി പെർഫോം ചെയ്ത ഫിലിമാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ദി ഡയലോഗ്സ് ഫോർ ദി ഫിലിം were written by the popular playwright, popular dramatist S.L. Sadaanandan. S.L. Sadaanandan, who closely followed the phraseology and slang of the fisherman community as used by the novelist. നോവലിസ്റ്റ് ഉപയോഗിച്ചതുപോലെയുള്ള മുക്കുവ സമുദായത്തിൻ്റെ അതേ സ്ലാങ്ങും അവരുടെ ഫ്രേസുകളും അത് ഭംഗിയായി ഈ സിനിമയിൽ സംഭാഷണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് നാടകൃത്ത് കൂടിയായ S.L. സദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഇതിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ഫോർ ദി ഫിലിം. ദി ഡയലോഗ്സ് ഓഫ് ദി ഫിലിം റിട്ടൺ ബൈ ദി ഫേമസ് പോപ്പുലർ playwright S.L. Sadaanandan, who very closely followed the phraseology and slang of the fisherman community as used by the novelist. The film was shot by Marcus Bartley, the English cinematographer, and U. Rajagopal. നമ്മുടെ U. രാജഗോപാലും അതിൽ സഹകരിച്ചിട്ടുണ്ട്. The musical score by സലിൽ ചൗധരിയുടെ ഡെബ്യൂ ഫിലിമാണിത്. ആദ്യത്തെ സിനിമയാണിത്. മലയാളത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രംഗപ്രവേശം ഈ സിനിമയിലൂടെയായിരുന്നു, ചെമ്മീനിലൂടെയായിരുന്നു. ദ മ്യൂസിക്കൽ സ്കോർ ബൈ സലിൽ ചൗധരി was another major strength of the film. The musical score of Salil Chowdhury was another major strength of the film. It is true. When we watch the movie, when we hear the melodious songs, it becomes quite clear, and we will certainly agree to the fact. So this was the debut. This film was the debut Malayalam film of the composer. Which composer? Salil Chowdhury, the music composer. The everlasting, ഇന്നും പുതുമയുള്ള, ഇന്നും കേൾക്കാനിമ്പമുള്ള the everlasting music was created by വയലാർ സലിൽ ചൗധരി കോമ്പിനേഷൻ. നമ്മൾ വയലാർ ദേവരാജൻ മാഷ് കോമ്പിനേഷൻ കേട്ടിട്ടുണ്ട്, അനശ്വരഗാനങ്ങളിലൂടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയലാർ സലിൽ ചൗധരി, ആ കോമ്പിനേഷനിലുണ്ടായ ഏറ്റവും മനോഹരമായ ഹിറ്റ് ഗാനങ്ങൾ, ഒരു 4 ഗാനങ്ങൾ ഈ ചെമ്മീനിൽ എടുത്തു പറയേണ്ടവയാണ്. എവർലാസ്റ്റിംഗ് മ്യൂസിക് ക്രിയേറ്റഡ് ബൈ വയലാർ സലിൽ ചൗധരി കോമ്പിനേഷൻ വാസ് റിമാർക്കബിൾ. ഓൾ ദി 4 songs became super hits. യേശുദാസും പീലിയിലെയും കൂടി പാടിയ പാട്ടായാലും യേശുദാസിൻ്റെ സോളോ സോങ് ആയാലും, അതുപോലെ ഹിന്ദി ഗായകനായ മന്നാടെ പാടുന്ന മാനസമൈനേ വരൂ, ആ ഗാനം, മനോഹരമായ ഗാനം, അന്നത്തെ ലവേഴ്സിൻ്റെ ചുണ്ടുകളിൽ തത്തിക്കളിച്ച ഒരു ഗാനമായിരുന്നു മാനസമൈനേ വരൂ. ആ ഗാനം ഇങ്ങനെ ഈ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ, പെണ്ണാളെ എന്നുള്ള പാട്ട്, എല്ലാ ഗാനങ്ങളും, ഈ 4 ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇന്നും ഓൾഡ് ഹിറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കാറുള്ള പാട്ടുകളിൽ ഉള്ളതാണ് ഈ 4 ഗാനങ്ങളും. സോ ഓൾ ദി 4 songs became super hits. It is said that Salil Chowdhury composed the tunes first, ലിറിക്സ് ആഡഡ് ഇൻ. ഇങ്ങനെയാണ് പറയുന്നത്. സലിൽ ചൗധരി ബംഗാളി ഫോക്ക് സോങ്സിനൊക്കെ ഉണ്ടാക്കിയ ആ ട്യൂണാണ് ആദ്യം അവതരിപ്പിച്ചത്. ആ ട്യൂണിനനുസരിച്ചാണ് വരികൾ എഴുതി ഉണ്ടാക്കിയത്. വരികൾ എഴുതി ഉണ്ടാക്കിയതെന്ന് പറയുന്നു. എന്തായാലും വയലാറിൻ്റെ ആ ഒരു പ്രതിഭ എന്ന് പറയുന്നത് ഈ ട്യൂണിനനുസരിച്ച് വരികൾ ഉണ്ടാക്കിയെങ്കിലും ഒട്ടും ചോർന്നു പോയിട്ടില്ല, നമുക്ക് വ്യക്തമാകും. സോ how was the composition of the music? The music composition was Salil Chowdhury composed the tunes first, and the lyrics were added in. The film brought to Malayalam cinema the playback singer Mannade, Hindi playback singer Mannade. Mannade song, the first Malayalam song Manasamaine Veru, which became an instant hit ആയിരുന്നു.
അതിൽ ചില അക്ഷരങ്ങൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വരുമെന്നുള്ളത് വെറുമെന്നൊക്കെ ആയിപ്പോയെങ്കിൽ ശരി, അത് ഗംഭീരമായ ഹിറ്റായിരുന്നു. അത് ഗംഭീരമായ ഹിറ്റ്. നിങ്ങൾക്കറിയാവുന്ന ഗാനങ്ങളാണ് അതിലെ ഗാനങ്ങളെല്ലാവരും. മന്നാടെ പാടിയതാണ് മാനസമൈനേ വരൂ, മധുരം കിള്ളിത്തരൂ. ഈ മന്നാടയുടെ അനശ്വരമായ ഗാനം. ഞാൻ ചുമ്മാ തമാശയ്ക്ക്. ഓക്കെ. കെ ജെ യേശുദാസ്, കടലിനക്കരെ പോണോരേ, കടലിനക്കരെ പോണോരേ. It was based on the tune of a Bengali folk song composed by Salil Chowdhury himself. ബംഗാളി ലാംഗ്വേജിൽ സലിൽ ചൗധരി തന്നെ കമ്പോസ് ചെയ്ത ഒരു ഫോക്ക് സോങ്ങിൻ്റെ ആ ട്യൂണിലാണ് കടലിനക്കരെ പോണോരേ. ആ ഗാനം ഇദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സലിൽ ചൗധരി. The chorus led by P. Leela and Yesudas. പെണ്ണാളേ പെണ്ണാളേ, ആ ഗാനം. The chorus led by P. Leela and Yesudas, പെണ്ണാളേ പെണ്ണാളേ, based on a folk song also became, it was also based on the tune of a folk song, Bengali folk song. It also became very popular. ഇതെല്ലാം പോപ്പുലറാണ്. മാനസമൈനയാണെങ്കിലും കടലിനക്കരെ പോണവരെയാണെങ്കിലും പെണ്ണാളെ പെണ്ണാളെ ആണെങ്കിലും എല്ലാം പോപ്പുലറാണ്. ഇനി ഇവിടെ ഒരു നോവലിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ഗംഭീരമായ നോവലാണ്. അത് സിനിമയാക്കുമ്പോൾ എല്ലാവരും ക്രിട്ടിക്സ് നോക്കുന്നത് നോവലിൽ ഏതെല്ലാം നല്ല അംശങ്ങൾ, കലാപര അംശങ്ങൾ സിനിമയിൽ നഷ്ടപ്പെട്ടു എന്നാണ് നോക്കുന്നത്. ക്രിട്ടിക്സിന് എന്ത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും നോവലിൻ്റെ ഒരു സൗകുമാര്യ സിനിമയിൽ നഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണിത്. ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ദി സെയിൽ ഇറ്റ് സെൽഫ് മോർ ദാൻ thousands of copies of the novel ചെമ്മീൻ were sold. 1956 ചെമ്മീൻ നോവൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് കാശൊന്നും ആളുകൾക്കില്ലെങ്കിൽ കൂടിയുണ്ടല്ലേ, ആ നോവൽ ആദ്യം വിറ്റ ദിവസം തന്നെ ഏതാണ്ട് 1000-ലധികം കോപ്പികളാണ് ചിലവായത്. മറ്റൊരു നോവലിനും കിട്ടാത്ത സെയിലാണ്. മാമ്പഴം വിറ്റഴിയപ്പെടുന്നവരാണ് ഈ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ വിറ്റഴിയപ്പെട്ടത്. On the first day of sale itself, more than thousands of copies of the novel Chemmeen were sold. Since then, every year the novel Chemmeen has seen a new edition every succeeding year. It is not an exaggeration. അതിശയോക്തിയൊന്നുമല്ല കേട്ടോ. Since then, the novel Chemmeen has seen a new edition every succeeding year. തുടർന്നുള്ള എല്ലാ വർഷവും ഓരോരോ പതിപ്പുകൾ ഇറങ്ങി. ഇന്നിപ്പോൾ എത്രാമത്തെ പതിപ്പാണോ എന്തോ. ദി ഹൈ പോപ്പുലാരിറ്റി ഓഫ് ദി നോവൽ സെറ്റ് ചാലഞ്ചസ് ഫോർ ദി ഡയറക്ടർ. ആക്ച്വലി ദി ഹൈ പോപ്പുലാരിറ്റി ഓഫ് ദി നോവൽ ചെമ്മീൻ ക്രിയേറ്റഡ് ഓർ പോസ്ഡ് ഓർ സെറ്റ് ചാലഞ്ചസ് ഫോർ ദി ഡയറക്ടർ. ബിക്കോസ് എന്താ കാര്യം ഇങ്ങനെ ഒരു വെല്ലുവിളിയായി മാറിയത് ഡയറക്ടർക്ക്? ബിക്കോസ് എനി ചേഞ്ച് ഇൻ ഈസ്തെറ്റിക്സ്, ഇതിൻ്റെ കലാമൂല്യത്തിൽ, നോവലിൻ്റെ കലാമൂല്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം പ്രകടമായാൽ, എനി ചേഞ്ച് ഇൻ ദി ഈസ്തെറ്റിക്സ് വുഡ് റിയലി ബി ക്രിട്ടിസൈസ്ഡ്. എനി ചേഞ്ച് ഇൻ ദി ഈസ്തെറ്റിക്സ് ഓഫ് ദി നോവൽ വുഡ് റിയലി ബി ക്രിട്ടിസൈസ്ഡ് ബൈ ദി കോമൺ ഫോക്ക്. സാധാരണക്കാർ നിശിതമായി വിമർശിക്കും. സിനിമ നോവലിനെ കൊന്നു. എത്രയോ സിനിമകൾ അതിൻ്റെ നോവലുകളെ, അതിൻ്റെ അഡാപ്റ്റേഷൻസായ നോവലുകളെ കൊന്ന ചരിത്രം നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഉണ്ട്. ഞങ്ങൾക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ തകർന്നു പോകും നല്ല നല്ല കഥകളെയൊക്കെ കൊല്ലുന്ന സിനിമകൾ. അതിൻ്റെ അതുകൊണ്ടാണ് MT മടിക്കുന്നത്. ഈ പല ഡയറക്ടേഴ്സിനും അദ്ദേഹത്തിന് 2ാം ഊഴം കൊടുക്കാൻ മടിക്കുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. അപ്പം നമുക്കറിയാം ഒടിയൻ എന്ന് പറയുന്ന മനോഹരമായൊരു കഥ, അതിനെ തകർത്ത് തരിപ്പണമാക്കി ഡയറക്ടർ. അങ്ങനെ അങ്ങനെ എത്ര സിനിമകളുണ്ടായിരിക്കും. ഒരുപാട് ഉദാഹരണം പറയാനുണ്ട്. ആരെയും ആക്ഷേപിക്കാനില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. I am not telling such things. So anyhow, the high popularity of the novel set challenges for the director because any change in aesthetics would really be criticized by the common people, common folk. But Ramu Carriot, he was very successful. Ramu Carriot was highly successful. At that, the movie became a classic. നോവൽ ക്ലാസിക്കായി അതിനേക്കാളും വലിയ ക്ലാസിക്കായി മാറിയ സിനിമ. അതാണ് ഒരു സിനിമയുടെ വിജയം. ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് എ ഫിലിം. ദി മൂവി ബിക്കെയിം എ ക്ലാസിക്. മോർ ഓവർ
Besides or moreover, it depicted the tragedy of the fisherman on an epic scale. ഏതാണ്ട് ഇതിൽ മുക്കുവരുടെ ട്രാജഡി എന്ന് പറയുന്നത് ലവേഴ്സിൻ്റെ ട്രാജഡി ആയാലും പളനിയുടെ ട്രാജഡി ആയാലും ഏതാണ്ടൊരു എപ്പിക്കിൻ്റെ ഇതിഹാസ കാവ്യത്തിൻ്റെ തലത്തിലേക്കാണ് ഇതിൻ്റെ ഡയറക്റ്റ് ഉയർത്തി കാണിച്ചിരിക്കുന്നത്. ഇതിഹാസത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തി കാണിച്ചിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. Moreover, the film depicted the tragedy of the simple poor fisherman on an epic scale. The novel and the film are still very much alive. The novel Chemmeen and the film Chemmeen are still very much alive, evoking nostalgic memories. ആരുടെയും മനസ്സിൽ ഒരുതരം ഗൃഹാതുരത്വ ബോധം അല്ലെങ്കിൽ പല ഭൂതകാലങ്ങൾ ഓർക്കും മനസ്സിലൊരു വിങ്ങലുണ്ടാക്കുന്ന ഫിലിമായി ചെമ്മീൻ തുടരുന്നു. അതെ, എൻ്റെ മനസ്സിലും ഈ സിനിമ കാണുമ്പോൾ പല വിങ്ങലുകളും ഉണ്ടാകാറുണ്ട്. പലരുടെയും മനസ്സിൽ ഈ നോവൽ വായിക്കുമ്പോഴായാലും സിനിമ കാണുമ്പോഴായാലും ഒരു വിങ്ങലുണ്ടാകാറുണ്ട്. അപ്പം അത്ര നല്ലൊരു റൊമാൻറ്റിക് ഡ്രാമയാണ് ഏതാ ചെമ്മീൻ. ചെമ്മീൻ ഈസ് എ റൊമാൻറ്റിക് ഡ്രാമ. ഇനി നിങ്ങൾ യു ഷുഡ് വാച്ച് ദി ഫിലിം and you should write a critical appreciation of the film and send it to me, please. Okay, so now one more essay remains from our cinema and literature that I will do, and I earnestly once more appeal to you to study every part of the film studies, because it is very huge. As you know, it is a very huge syllabus, and questions may be asked from every corner of it. We should be well prepared for it. With great pain and with great strain that I have to call my classes, that you know very well. So our efforts should not go unregistered. Okay? Bye.